Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? Good afternoon. Good afternoon. Good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിൽ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ എടുത്തത്? ഡൗട്ടൊന്നുമില്ല? ഓക്കെ, നമ്മൾ കാറ്റഗറി നമ്പർ 8 വരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ പ്രീവിയസ് ക്ലാസ്സില്? ആണോ? യെസ്. ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ 9 നമുക്ക് നോക്കാം. ഇൻസിനറേഷൻ ആഷ്. ഓക്കെ, അതായത് ഇൻസിനറേഷന് ശേഷം ലഭിക്കുന്ന ചാരം അതെന്താണ് ചെയ്യുന്നത്? ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് കത്തിച്ചതിന് ശേഷം ലഭിക്കുന്ന ചാരം അത് കാറ്റഗറി നമ്പർ 9 വരുന്നത്. ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് കേട്ടോ. ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് ബാഗിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ ഡിസ്പോസൽ എവിടെയാണ് നടക്കുന്നത്? ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ. നമുക്കറിയാം അല്ലെ, മുനിസിപ്പാലിറ്റികളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളില്ലേ ഉണ്ടാവും, ഗവൺമെന്റ് അതോറിറ്റീസ് കൊണ്ടുപോകുന്നത് വേസ്റ്റുകളൊക്കെ ശേഖരിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ മുനിസിപ്പൽ ലാൻഡ്ഫില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെ. അവിടെയാണത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ 9 വരുന്നത് ഇൻസിനറേഷൻ ആഷ് ആണ്. ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ദെൻ ഡിസ്പോസൽ നടക്കുന്നത് മുനിസിപ്പൽ ലാൻഡ്ഫില്ലിലാണ്. ദെൻ കാറ്റഗറി നമ്പർ 10 ആണ് കെമിക്കൽ വേസ്റ്റ് ആണ് കേട്ടോ. Chemicals used in the manufacture of biological products, chemical used to cleanse surfaces, chemicals used as pesticides, etc. അപ്പൊ കാറ്റഗറി നമ്പർ 10 വരുന്നത് കെമിക്കൽ വേസ്റ്റ് ആണ്. അതായത് വാക്സിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റൻസ്, അതായത് എന്താ പറയാ ഡിസിൻഫെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, പിന്നെ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നവ, ഇവയൊക്കെയാണ് കെമിക്കൽ വേസ്റ്റിൽ വരുന്നത്. ഇതും ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള വേസ്റ്റുകള് കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം അവ ലിക്വിഡുകളാണെങ്കിൽ ട്രെയിൻ ചെയ്യുന്നു. സോളിഡ്സ് ആണെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലില് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 2 തരത്തിലാണ് ഡിസ്പോസൽ വരുന്നത്. ലിക്വിഡ് ആണെങ്കിൽ അത് ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റുകളാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് ഒഴുക്കിയാണ് കളയുന്നത്.
ദെൻ സോളിഡ്സ് അതല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അത് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ് ഫില്ലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഒരു നോട്ട് എന്നും പറഞ്ഞൊരു കാര്യം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസ് 8 and 10 ലിക്വിഡ്. ഓക്കെ, അതായത് കാറ്റഗറി 8ലും 10ലും കൊടുത്തിട്ടുള്ള ലിക്വിഡ് വേസ്റ്റിന് ഡു നോട്ട് റിക്വയർ കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ്. ഓക്കെ, ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ അതിന് കണ്ടെയ്നറോ ബാഗോ ആവശ്യമില്ല. എന്താണ്? ഒഴുക്കിക്കളയല്ലേ ചെയ്യുന്നത്, ഡ്രെയിനേജ് അല്ലേ നടത്തുന്നത്. അതുകൊണ്ട് ഇത് വേണ്ട, ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ ആവശ്യമില്ല. കാറ്റഗറി നമ്പർ 10ൽ ഞാൻ പറഞ്ഞു ലിക്വിഡ് ആണെങ്കിൽ ഡ്രെയിനേജ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബാഗിന്റെ ആവശ്യമില്ല. മറിച്ച് സോളിഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് വേണം, ബ്ലാക്ക്. ഓക്കെ, കാറ്റഗറി നമ്പർ 8ല് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത് അവിടെ ഡ്രെയിനേജ് നടത്തുന്നതുകൊണ്ടാണ് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ കൊടുക്കാതെ കേട്ടോ. അത് പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ ആണോ? നെക്സ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജും പേജ് നമ്പർ 94 and 95 ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും ആണ് ഇവിടെ പറയുന്നത്. Unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. The bags container holding biomedical waste have to be tied before transportation. Before transporting the bag containing biomedical waste, it has to be accompanied by a document signed from the nurse, doctor, that includes date, shift, quantity, and destination. Specialized vehicles need to be well enclosed. It should also be possible to wash the interior of the container completely. Okay. അതായത് ഡിസിൻഫെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ട്രോളികളിലോ വാഹനങ്ങളിലോ മാത്രമേ കൊണ്ടുപോകാവൂ. ഞാൻ കഴിഞ്ഞ ദിവസം പിക്ചർ കാണിക്കുന്ന സമയത്ത് ട്രോളി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങള്? ആ, ട്രോളികളിലോ അല്ലെങ്കിൽ അതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനങ്ങളിലോ മാത്രമേ എന്ത് കൊണ്ടുപോകാവൂ? ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ വാഹനത്തില് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ട്രോളികളിലൊക്കെ കയറ്റുന്നതിന് മുമ്പായിട്ട് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ശരിയായ രീതിയിൽ അടച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് കെട്ടി ഉറപ്പാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. സെക്യൂർ ആയിട്ട് പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗുകള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു നഴ്സിന്റെയോ സൈൻ ചെയ്ത ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം കൊണ്ടുപോകുന്ന സമയത്ത്. ഇപ്പൊ ആരാണോ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആകാം അല്ലെങ്കിൽ അതിനെ നിയോഗിച്ച വ്യക്തികളായിരിക്കാം. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ കൃത്യമായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. വെറുതെ ഒരു ഡോക്യുമെന്റ് അല്ല, അത് ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് സൈൻ ചെയ്തതായിരിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഡേറ്റ്. ഇപ്പൊ ഇന്നാണ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം.
ഷിഫ്റ്റ് ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നൂൺ ആയിരിക്കാം, ഈവനിങ് ആയിരിക്കാം, നൈറ്റ് ആയിരിക്കാം. ഏത് ഷിഫ്റ്റിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് അതും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ക്വാണ്ടിറ്റി, എത്ര അളവാണ്, ചിലപ്പോൾ ചെറിയ അളവായിരിക്കാം അല്ലെങ്കിൽ വലിയ അളവായിരിക്കാം അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, ഏത് സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വെഹിക്കിൾസ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്തതായിരിക്കണം. ഓക്കെ, അതായത് നമുക്കറിയാം ഇത് വേസ്റ്റ് ആണ്. അപ്പോ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് ഭൂരിഭാഗവും റോഡ് മാർഗമാണ് ഇത് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ഇത് പുറത്തു പോകാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അടച്ചുറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം നമ്മൾ റോഡിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ചില ഫിഷ് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ പോവാറുണ്ട് അല്ലെ, മീൻ വണ്ടികൾ പോവാറുണ്ട് ഇല്ലേ. നമുക്കറിയാൻ പറ്റില്ല അത് പോകുന്നതാണെന്ന്, അതാണെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് അല്ലെ. ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലെ, ഇല്ലേ. സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു നാറ്റമായിരിക്കും, ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലെ പോകുമ്പോ. അപ്പൊ എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്യാത്തതുകൊണ്ട്, അടച്ചുറപ്പിച്ചു വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആ മണം അനുഭവപ്പെടുന്നത്, സ്മെൽ അനുഭവപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരത്തില് വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന വെഹിക്കിൾസ്, സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസ് അടച്ചുറപ്പുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഓൾസോ ബി പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദ കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. അതുപോലെ തന്നെ കണ്ടെയ്നർ, കൊണ്ടുപോകുന്ന കണ്ടെയ്നർ അത് വേസ്റ്റ് ആണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ വേസ്റ്റ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, മാറ്റുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. Then personal safety devices. ഇനി എന്തൊക്കെയാണ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ശേഖരിക്കുന്ന അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് അഥവാ സുരക്ഷാ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The use of protective gears should be made compulsory for all the staff who handle waste. Gears എന്ന് പറഞ്ഞാൽ എന്താ? ടൂൾസ് ആണ് അല്ലെങ്കിൽ എക്വിപ്മെന്റ് എന്ന് പറയാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തിരിക്കുക, ടൂൾ ഓർ എക്വിപ്മെന്റ്. അപ്പൊ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് അത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ടും വേസ്റ്റുകള് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംരക്ഷണ ഉറകൾ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ധരിച്ചിരിക്കണം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഗ്ലൗസ്. നമുക്കറിയാം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലെ, വേസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത്. ഹോസ്പിറ്റലിൽ എല്ലാത്തരം ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലൗസ് എന്ന് പറയുന്നത്. അപ്പൊ വേസ്റ്റ് എടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഗ്ലൗസ് ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, അതായത് വളരെ ഹെവി ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള റബ്ബർ ഗ്ലൗസുകളാണ് ധരിക്കേണ്ടത്. കണ്ടിട്ടില്ലേ നമ്മള് റബ്ബർ ഗ്ലൗസുകള്? കണ്ടിട്ടുണ്ടോ? ആ യെസ്, കണ്ടിട്ടുണ്ട് അല്ലെ. ആ, നല്ല ഹെവി ആയിട്ടുള്ള കട്ടിയുള്ളതായിരിക്കും കേട്ടോ, ഭയങ്കര കട്ടിയായിട്ടുള്ള ടൈപ്പ് ആയിരിക്കും ഇത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ. ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ദ വേസ്റ്റ് ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് 2 times. അതായത് ഈ ഗ്ലൗസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല വേസ്റ്റ് കൈകാര്യം ചെയ്തതിന് ശേഷം ഗ്ലൗസ് 2 പ്രാവശ്യമെങ്കിലും കഴുകിയിരിക്കണം. ഓക്കെ, ഒരു പ്രാവശ്യമല്ല, വേസ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അത് കഴുകണം. മൂന്നാമത്തെ പോയിന്റ്, ദ ഗ്ലൗസ് ഷുഡ് ബി വാഷ്ഡ് ആഫ്റ്റർ ഈച്ച് യൂസ് വിത്ത് സോപ്പ് ആൻഡ് എ ഡിസിൻഫെക്റ്റന്റ്. അതായത് ഗ്ലൗസ് എന്ത് ചെയ്തിരിക്കണം, ഉപയോഗത്തിന്, അതായത് ഓരോ ഉപയോഗത്തിന് ശേഷവും സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് കൊണ്ടോ എന്ത് ചെയ്യാം, അത് വാഷ് ചെയ്യണം. The last one, the size should fit the operator. ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം. അധികം ടൈറ്റ് ആകാനോ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകാനോ ഭയങ്കരമായിട്ട് ലൂസ് ആകാനോ പാടില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ. ലൂസായ വല്ല ഗുണമുണ്ടോ അതുകൊണ്ട്? ഇല്ല അല്ലെ. വേസ്റ്റ് മുഴുവൻ നമ്മുടെ കയ്യിൽ ഇരിക്കില്ലേ, അതിന്റെ ഇടയിൽ കൂടെ ഇത് പോകും അല്ലെ.
ഓക്കെ, അപ്പൊ അത് ഉപയോഗിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൗസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, ദെൻ ബ്രൈറ്റ് യെല്ലോയിഷ് കളറിലായിരിക്കണം. ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം 2 തവണ കഴുകിയിരിക്കണം. ഓരോ തവണ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോഴും സോപ്പോ ഡിസിൻഫെക്റ്റന്റ് കൊണ്ടോ അത് കഴുകി വൃത്തിയാക്കുക. ഓപ്പറേറ്ററുടെ സൈസ് അനുസരിച്ച് അത് ഫിറ്റ് ആയിരിക്കണം. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സിൽ വരുന്നത് ഏപ്രൺസ്, ഗൗൺ, സ്യൂട്ട്. നമുക്കറിയാം ഏപ്രണുകൾ ധരിക്കാറുണ്ട്, ഗൗണുകൾ ധരിക്കാറുണ്ട്, പലതരത്തിലുള്ള സ്യൂട്ടുകൾ ധരിക്കാറുണ്ട് അല്ലെ. എന്താണ്, അതായത് വേസ്റ്റ് നമ്മുടെ ശരീരത്തില് ആകാതിരിക്കാൻ, നമ്മുടെ ബോഡിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏപ്രണുകളും ഗൗണുകളും സ്യൂട്ടുകളും ധരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഇത്തരത്തിലുള്ള വസ്തുക്കൾ നൽകുന്നതാണ്. മൂന്നാമത്തേതാണ് മാസ്കുകൾ. ഓക്കെ, different types of mask, goggles and face shield should be worn alone or in combination to give protective barrier. It is compulsory for personnel who work in the incinerator chamber to put on a mask that covers both the nose and mouth if possible, a gas mask with the filters. Okay, അതായത് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് വിവിധ തരത്തിലുള്ള മാസ്കുകൾ അവർക്ക് ധരിക്കാം. അതുപോലെ ഗോഗിൾസ്. ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗോഗിൾ എന്താ? ഗോഗിള് പ്രത്യേകതരം കണ്ണട കണ്ടിട്ടുണ്ടോ? പ്രത്യേകതരം കണ്ണടയുണ്ട്. എന്തിനാണ് കണ്ണട ഉപയോഗിക്കുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് കണ്ണട ഉപയോഗിക്കുന്നത്? അറിയില്ല, കമന്റ് ചെയ്തേ. ഇൻഫെക്ഷൻ വരാൻ, എന്തെങ്കിലും കെമിക്കൽ സ്പ്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് സ്പ്ലാഷസ് ഒക്കെ കണ്ണില് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണട ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫേസ് ഷീൽഡ് ഉണ്ട് അല്ലെ, നമ്മുടെ മുഖം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്കിന്നിലൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫേസ് ഷീൽഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഇത് കോമ്പിനേഷൻ ആയിട്ടോ ചെയ്യാം. നമുക്കിതെല്ലാം കൂടി കിട്ടും അല്ലെ. അതായത് മാസ്കുകൾ ഉണ്ടാകും, ഗോഗിൾ ഉണ്ടാവും, ഫേസ് ഷീൽഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇത് കോമ്പിനേഷനിൽ ഉണ്ടാകും. ഇത് ഒറ്റയ്ക്കായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ധരിക്കാവുന്നതാണ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്. അതായത് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റുകൾ നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, വേസ്റ്റിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നു, ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് കാരണമാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന, ഇൻസിനറേഷൻ ആ ഒരു പ്രോസസ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പൽസറി ആയിട്ടും അവര് ധരിച്ചിരിക്കണം, മാസ്കുകൾ ധരിച്ചിരിക്കണം. അതുപോലെ മൂക്കും അതുപോലെ തന്നെ വായയും മൂടുന്ന തരത്തില് മാസ്കുകൾ ധരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാല് ചാരമാകുന്ന അല്ലെ ആ ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്മെല്ലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കുറേയധികം കെമിക്കലുകളൊക്കെ എല്ലാത്തരം കാര്യങ്ങളും കത്തിക്കുമ്പോഴാണല്ലോ ചാരം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലങ്സിലേക്ക് അത് പടരുകയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പോ ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് മൂക്കും വായയും മൂടുന്ന തരത്തിലുള്ള മാസ്കുകൾ ധരിച്ചിരിക്കുക. പിന്നെ അതിന്റെ കൂടെ ഈ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ്, അതായത് വലിയ രീതിയിലുള്ള മാസ്കുകളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫിൽറ്ററുകളുള്ള മാസ്കുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫിൽറ്ററുകളുള്ള മാസ്കുകള് എന്താണ് അതിന്റെ പ്രത്യേകത? വലിയ രീതിയിലുള്ള മാസ്ക് കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ നീന്താനൊക്കെ പോകുന്ന ആളുകളുടെ മുഖത്ത് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? കടലിലൊക്കെ പോകുന്ന ആളുകള് കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ആ വലിയ രീതിയിലുള്ള മാസ്ക് ചില്ല് പോലെ ഇരിക്കും, അതാണ് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ് ഉള്ള മാസ്കുകൾ. ഓക്കെ ആണോ? മാസ്കിനെ കുറിച്ച് ഇനി പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ?
ഞാൻ വേണമെങ്കിൽ അതിന്റെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഫിൽട്ടർ ഉള്ള മാസ്കിന്റെ പിക്ചർ കാണിച്ചു തരാം. നെക്സ്റ്റ് വൺ ബൂട്ട് ആണ് കേട്ടോ. ബൂട്ട്സ്. ബൂട്ട്സ് എന്താ ഉദ്ദേശിക്കുന്നേ? ബൂട്ട്സ് എന്ത് കവർ ചെയ്യാനാ ബൂട്ട്സ് ഉപയോഗിക്കുന്നേ? എന്ത് കവർ ചെയ്യാനാ ബൂട്ട്സ്? ലെഗ് കവറിങ് അല്ലെ. കാല് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ലെഗ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂ കവേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട് ഞാൻ വായിക്കാം. ലെഗ് കവറിംഗ് ബൂട്ട്സ് ഓർ ഷൂ കവേഴ്സ് give greater safety to the skin when splashes or large quantities of contaminated waste have to be dealt with. The boot should be rubber soiled and anti-skid type. They should cover the leg up to the ankle. Dealt with എന്ന് പറഞ്ഞാൽ ഹാൻഡിൽഡ് വിത്ത് ആണ് കേട്ടോ, കൈകാര്യം ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലെഗ് കവറിംഗ് അല്ലെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ഷൂ കവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്രേറ്റർ സേഫ്റ്റി നൽകുന്ന, വലിയൊരു സുരക്ഷ നൽകുന്ന ഒരു ടൂളാണ്. ഓക്കെ, അതായത് നമ്മള് വലിയ രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ ഇപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, വലിയ രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും ഈ ഒരു ബൂട്ട് ധരിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് മനസ്സിലായല്ലോ? ബൂട്ട് ചില ആളുകളൊക്കെ ധരിക്കാറുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ തന്നെ വേസ്റ്റുകൾ കൈകാര്യം ചെയ്ത് ചേച്ചിമാരൊക്കെ ധരിക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മുടെ കോൺക്രീറ്റ് ജോലികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചില ആളുകൾ ധരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ബൂട്ടുകൾ. ടാറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധരിക്കാറുണ്ട്. ടാറിങ് കണ്ടിട്ടില്ലേ? റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ധരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ബൂട്ടുകൾ. അപ്പൊ വലിയ രീതിയിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബൂട്ട്സ് ധരിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബൂട്ട് എന്ന് പറയുന്നത് റബ്ബർ സോൾഡ് ആണ്. എന്താണ് റബ്ബർ സോൾ എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ബൂട്ടിന്റെ അടിഭാഗം എന്ന് പറയുന്നത് റബ്ബർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. റബ്ബർ സോൾഡ്, കട്ടിയുള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും എന്ത്? ഈ ഒരു റബ്ബർ സോൾഡ് ബൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ആന്റി സ്കിഡ് ടൈപ്പ് ആണ്, അതായത് സ്ലിപ്പ് ആകുന്നത് തടയുന്നു, പെട്ടെന്നൊന്നും തെന്നി വീഴില്ല. എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലത്തൊക്കെ നടന്നാൽ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നൊന്നും തെന്നി വഴുതി വീഴില്ല. ദാറ്റ് ഈസ് ആന്റി സ്കിഡ് ടൈപ്പ്. Then they should cover the leg up to the ankle. ഇത് എവിടം വരെയാ പോകുന്നേ? വെറുതെ ഷൂ ധരിക്കുന്നത് മാത്രമാണോ? നമ്മുടെ കാൽപാദം മാത്രമാണോ കവർ ചെയ്യുന്നേ? എവിടം വരെ ഉണ്ട് ഇത്? നമ്മുടെ കാൽമുട്ട് വരെ കേട്ടോ, നമ്മുടെ കണങ്കാല് വരെ എന്ത് ചെയ്യും? ഇത് നീളും കേട്ടോ. അപ്പൊ വലിയ രീതിയിലാണ് എന്ത് ഇത് ധരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ കേട്ടോ. ഇനി ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ ഡിസ്പോസൽ മെത്തേഡുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. The various disposal methods now in use are the following. താഴെ പറയുന്ന ഡിസ്പോസൽ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വൺ, ഇൻസിനറേഷൻ ടെക്നോളജി. എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജി? ഒന്ന് പറഞ്ഞേ. ഇൻസിനറേഷൻ ടെക്നോളജി എന്താ? കമന്റ് ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻസിനറേഷൻ ടെക്നോളജി എന്താ? ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് അല്ലെ, കത്തിക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material, chemically inactive and gases. Incinerators can be either oil fired or powered by electricity or a combination. The advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. അതായത് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റിനെ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഉയർന്ന ചൂടില് കത്തിച്ചാരമാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്.
ഓക്കെ, ഇതില് ഞാൻ പറഞ്ഞു ബേൺ ചെയ്യാന്ന് പറഞ്ഞു. ഈ ബേൺ ചെയ്യുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലായി, അതായത് നിയന്ത്രിത സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ബേൺ ചെയ്യുന്നത്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, കൂട്ടുകയോ കുറക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഈ ബേൺ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നു, ബയോമെഡിക്കൽ വേസ്റ്റിന് ഇനേർട്ട് മെറ്റീരിയൽ അഥവാ കെമിക്കലി ഇനാക്റ്റീവ് ആക്കുന്നു. ഓക്കെ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്, അതായത് അതിന്റെ വിഷവസ്തുക്കളൊക്കെ റിമൂവ് ചെയ്ത് ഇനാക്റ്റീവ് ആയിട്ട് മാറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്, ഇൻസറേഷൻ ടെക്നോളജി. അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് അതിനെ ചാരമാക്കിയാണ് കളയുന്നത്. അപ്പൊ അതിനകത്ത് എന്തില്ല, പിന്നീട് വിഷവസ്തുക്കളൊന്നും തന്നെ ഉണ്ടാവില്ല, കുറവാണ്, വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് കെമിക്കലി ഇനാക്റ്റീവ് ആക്കുന്നു എന്ന് പറയുന്നത്. അത് എന്താ പറയാ, ഗ്യാസസ് രൂപത്തിലോ വാതക രൂപത്തിലോ അല്ലെങ്കിൽ സോളിഡ് രൂപത്തിലോ എന്ത് ചെയ്യാവുന്നതാണ്, നമുക്കത് കിട്ടാവുന്നതാണ്. ചില ഇൻസിനറേഷൻ ടെക്നോളജിയിൽ നമുക്ക് സോളിഡ് ചാരമായിട്ട് കിട്ടും, ചിലത് എന്ത് ചെയ്യും, ഗ്യാസസ് ആയിട്ട് പുറത്തേക്ക് പോകും. കണ്ടിട്ടുണ്ടോ ആവിയായി പോയുന്നത്, വേസ്റ്റുകള് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട്. അപ്പോ ചിലത് ഗ്യാസസ് ഫോമിൽ പോകും, ചിലത് നമുക്ക് സോളിഡ് രൂപത്തില് കിട്ടുന്നതാണ്. ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ, അതായത് ഓയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കറന്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻസിനറേഷൻ ടെക്നോളജി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. ഒന്നുകിൽ ഓയിൽ ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ കറന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ഗുണം അല്ലെങ്കിൽ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേസ്റ്റിന്റെ അളവ് കുറയുന്നു. അതായത് നമ്മളിപ്പോ ഒരു 100% വേസ്റ്റ് ആണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ അളവെന്ന് പറയുന്നത് കേവലം 30% മാത്രമാണ് ശേഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന ഗുണം വേസ്റ്റിന്റെ അളവ് കുറയുന്നു, കത്തിച്ചതിന് ശേഷം ഏകദേശം 30% മാത്രമേ ശേഷിക്കൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ടെക്നോളജി ഹൈ ടെമ്പറേച്ചറിൽ വേസ്റ്റിനെ ബേൺ ചെയ്യുന്ന ടെക്നോളജിയാണ്. ഓക്കെ, അതായത് ഈ ഒരു ടെക്നോളജിയിലൂടെ കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലുള്ള ഘടകങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കറന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തോ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് 100% വേസ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ടെക്നോളജിയിലൂടെ 30% വേസ്റ്റ് മാത്രമാണ് അവശേഷിക്കുക. നമുക്കറിയാം അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഡെഡ് ബോഡിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കത്തിക്കാറുണ്ട് അല്ലെ, ആണോ? ഡെഡ് ബോഡീസ് കത്തിക്കാറില്ലേ? ഒരു 80 കിലോ തൂക്കമുള്ള ഒരാളുടെ ഡെഡ് ബോഡി, ഇത് കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ അത് കത്തിച്ചു വരുമ്പോൾ അതിന്റെ ചാരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാവുക അല്ലെ, ആളുകളുടെ ആയാലും അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് കൂടുതൽ വേസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് ഇൻസിനറേഷൻ ടെക്നോളജി കൊണ്ട് സാധിക്കും. The next one autoclaving ആണ് കേട്ടോ. Autoclaving. The process uses steam at a high temperature. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. This technology offers certain categories of waste that are not detrimental so that the treated residues can be landfilled. Okay, അപ്പൊ ഇതെന്താണ് നമുക്ക് നോക്കാം. ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് വേസ്റ്റുകളെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ സ്റ്റീം ഉപയോഗിച്ച് ബേൺ ചെയ്യുന്നതാണ്. അതായത് ഉയർന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഉയർന്ന ചൂട് ഉപയോഗിച്ചിട്ട് വേസ്റ്റിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഇത് സജസ്റ്റ് ചെയ്യുന്നത് മൈക്രോബയോളജി ബയോടെക്നോളജി വേസ്റ്റുകൾക്കാണ് കേട്ടോ. ഓക്കെ, മൈക്രോബയോളജി ബയോടെക്നോളജി വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു, അതായത് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, കത്തിക്കുന്നതല്ല കേട്ടോ, ചൂടാക്കിയിട്ട് അണുവിമുക്തമാക്കുന്നു.
ഓക്കെ, അതായത് ആ ഒരു എന്താ പറയാ വേസ്റ്റിലുള്ള എല്ലാത്തരം രോഗാണുക്കളും ഈ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നതിലൂടെ നശിപ്പിക്കപ്പെടുന്നു. അതുപോലെ ഷാർപ്പ് വേസ്റ്റ്, മൂർച്ചയുള്ള ചില വേസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീഡില്, അതുപോലെ ബ്ലേഡ്, അങ്ങനെ മൂർച്ചയുള്ള വേസ്റ്റുകള്, അതുപോലെ ഡേർട്ടി ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകള്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസ്പോസൽ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, ഈ ടെക്നോളജിയിലൂടെ ഡെട്രിമെന്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹാർംഫുൾ ആണ് കേട്ടോ, ഹാർംഫുൾ. അതായത് വേസ്റ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇതിനെ രോഗകാരികളായിട്ടുള്ള അണുക്കളെ നീക്കം ചെയ്യുന്നതിലൂടെ മനുഷ്യന് ഹാർംഫുൾ അല്ലാതായി തീരുകയും, അതുപോലെ ഇതിൽ ബാലൻസ് വരുന്ന റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ് ആണ്, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് പറയും. അതായത് ഈ ഓട്ടോക്ലേവിംഗ് നടത്തിയതിലൂടെ ബാലൻസ് വരുന്ന വേസ്റ്റുകള് ലാൻഡ് ഫില്ലിൽ നിക്ഷേപിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓട്ടോക്ലേവിംഗ് കേട്ടോ. ക്ലിയർ ആണോ? The next one, microwave irradiation. Microwave irradiation എന്താണെന്ന് നമുക്ക് നോക്കാം. The microwave is based on the principles of generation of high frequency waves. These waves cause the particles within the waste material to crumble, generating heat. This heat produced from within destroys all pathogens. Crumble എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് എന്നാണ് കേട്ടോ അർത്ഥം. അതായത് മൈക്രോവേവ് ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസ്പോസൽ നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോവേവ് അതായത് ഫ്രീക്വൻസി വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പോസൽ നടത്തുന്നു. ഇത്തരത്തില് ഡിസ്പോസൽ നടത്തുന്ന സമയത്ത് അകത്തുള്ള മെറ്റീരിയൽസ്, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾക്ക് വൈബ്രേഷൻ ഉണ്ടാകുകയും ആ വൈബ്രേഷൻ കൊണ്ട് അകത്തുള്ള വേസ്റ്റുകൾ ഹീറ്റ് ആകുകയും ഹീറ്റ് മൂലം അകത്തുള്ള പാത്തോജൻസ് നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഫ്രീക്വൻസി വേവുകൾ എന്താണ്? ഫ്രീക്വൻസി വേവുകൾ ഉപയോഗിക്കുമ്പോൾ അകത്തുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിന് വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻ മൂലം അകത്ത് ഹീറ്റ് ഉണ്ടാകുന്നു. ഈ ഹീറ്റ് മൂലം അകത്തുള്ള രോഗാണുക്കൾ നശിപ്പിക്കപ്പെടുന്നു. ദാറ്റ് ഈസ് മൈക്രോവേവ് ഇറേഡിയേഷൻ. The next one, chemical methods ആണ് കേട്ടോ. ഓക്കെ, കെമിക്കൽ മെത്തേഡ്സ്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? 1% എന്നാണോ കിടക്കുന്നത്? 1% ഫോർ കെമിക്കൽ ഡിസിൻഫെക്ഷൻ. യെസ്, അതായത് കെമിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്, അതായത് 1% ആണെന്നാണ് പറയുന്നത്. 1% കെമിക്കൽ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതും പ്രത്യേകമായിട്ട് കെമിക്കൽ മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ. 1% ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ആണ് കെമിക്കൽ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെയും ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ എന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. The next one, 5th one ആണ് പ്ലാസ്മ പൈറോലിസിസ്. എന്താണ് പ്ലാസ്മ പൈറോലിസിസ്? വൺ മിനിറ്റ് ബ്രേക്കോ? ബ്രേക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? എനിക്ക് ശ്വാസം ബോറിംഗ് ലെസൺ വേസ്റ്റ് ഇൻസിനറേഷൻ ലാൻഡ് ഫിൽ. എന്താണ്? ഇത് കുറച്ച് ബോറിംഗ് ലെസൺ ആണ്, ഈ വേസ്റ്റും ഇൻസിനറേഷനും. ഓ, അതുകൊണ്ട് ബ്രേക്ക് വേണം. ലെസൺ ഇട്ടാ ഞാൻ പറഞ്ഞത്, ക്ലാസ് അല്ല. ലെസൺ ബോറിംഗ് ആയതുകൊണ്ട്. താങ്ക്സ്. ബ്രേക്ക് വേണോ? ആർക്കെങ്കിലും ബ്രേക്ക് വേണം? ആവശ്യമുണ്ടോ? ആവശ്യമുള്ളവര് തമ്പ് ചെയ്യാം. വായിക്കാൻ തരട്ടെ എന്നാ? വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ച് കഴിഞ്ഞതല്ലേ നിങ്ങളത്? 1 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ, കുഴപ്പമില്ല.
ഒന്ന് റീഡ് ചെയ്തോളൂ, അത് റീഡ് ചെയ്യുന്ന കൂടി കേട്ടോ. എല്ലാവരും 5th പോയിന്റ് തുടങ്ങി റീഡ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഇപ്പൊ പ്ലാസ്മ പൈറോളിസിസ് എന്താണെന്ന് നോക്കാം. പ്ലാസ്മ പൈറോളിസിസ് ഇസ് ആൻ അൾട്രാ മോഡേൺ ടെക്നോളജി ഫോർ സേഫ് റിമൂവൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. It is an environment friendly technology. The plasma pyrolysis process is the thermal degradation of organic substance in the absence of air, oxygen, utilizing plasma energy. അതായത് ഈ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് ഒരു അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്. അതായത് ആധുനികമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ആധുനിക കാലത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ്. ഇത് സേഫ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മെഡിക്കൽ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതത്രയും പോപ്പുലർ ആവാനായിട്ട് കാരണം. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു എൻവയൺമെന്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ്. അതായത് പരിസ്ഥിതിക്ക് അധികം ഹാർംഫുൾ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വേസ്റ്റിനെ ഡിസ്പോസൽ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോസസ് എന്താണെന്ന് നോക്കാം. പ്ലാസ്മ എനർജി ഉപയോഗിച്ച് ഓക്സിജന്റെ ആബ്സെൻസിൽ, അതായത് ഓക്സിജൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഷ്രെഡിങ് പറഞ്ഞില്ലേ, മ്യൂട്ടിലേഷൻ പറഞ്ഞില്ലേ, മ്യൂട്ടിലേഷൻ എന്താണ് ഷ്രെഡിങ് അഥവാ മ്യൂട്ടിലേഷൻ? വലിയ കമ്പോണൻസിനെ ചെറുതായിട്ട് മാറ്റുക. ഓർമ്മയുണ്ടോ? വേസ്റ്റുകളെ, വലിയ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പോസൽ നടത്തുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റിനെ, അതിനകത്തെ വേസ്റ്റ് കമ്പോണന്റിനെ, വലിയ ഘടകങ്ങളെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അതും എയറിന്റെ ആബ്സെൻസിൽ. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഇത് ഡിസ്പോസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രത്യേകത പ്ലാസ്മ എനർജിയാണ് ഉപയോഗിക്കുന്നത്, അതും ഓക്സിജന്റെ ആബ്സെൻസിലാണ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ, വലിയ ലാർജ് കമ്പോണൻസിനെ സ്മോൾ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലാസ്മ പൈറോളിസിസ്. അപ്പൊ ഇതിന്റെ എക്സാമിന് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ പ്രസന്റ് വേൾഡില് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നത് പ്ലാസ്മ പൈറോളിസിസ് ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ്. അപ്പൊ ആ രീതിയിലായിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടുക. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കും. The next one, land disposal ആണ് കേട്ടോ. Land disposal. As the name indicates, land disposal includes two methods which are open dumping and sanitary landfill. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problems. For sanitary landfills, a
secluded area is selected away from the population. The dumping is performed in the ditches layer wise and care is taken so that waste is not exposed to the atmosphere. Okay. ഇവിടെ പറയുന്നത് ലാൻഡ് ഡിസ്പോസൽ ആണ്. അതായത് രണ്ട് തരം മെത്തേഡുകൾ ഉണ്ട് ലാൻഡ് ഡിസ്പോസലിന്. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും മറ്റൊന്ന് സാനിറ്ററി ലാൻഡ്ഫില്ല്. ഓക്കെ, എന്താണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്? ഓപ്പൺ ഡംപിങ് എന്താ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണാറുണ്ട് സിറ്റിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അല്ലെ. ഇതൊരു അൺസെക്യൂർ മെത്തേഡ് ആണ്. അതായത് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഒരു ഓപ്പൺ സ്പേസിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ആരും കാണാതെ. ചിലപ്പോ രാത്രിയോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ വേസ്റ്റ് കരുതാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ സ്പേസിൽ വലിച്ചെറിയും. അതിനെയാണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്. ഇത് നല്ല മെത്തേഡാണോ? സെക്യൂർ ആയിട്ടുള്ള മെത്തേഡാണോ? അല്ല. ഇത് പല രീതിയിലും പ്രോബ്ലംസ് ഉണ്ടാക്കും അല്ലെ. എൻവയോൺമെന്റിന് പ്രോബ്ലം ഉണ്ടാക്കും, അതുപോലെ മനുഷ്യന് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോ ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർ മെത്തേഡാണ്. പിന്നീട് രണ്ടാമത്തേതാണ് സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയും. ഇതൊരു സെക്ലൂഡഡ് ഏരിയ ആണ്. സെക്ലൂഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അകലെയുള്ള പ്രദേശം. ഓക്കെ, അതായത് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് നീങ്ങി, അതായത് ജനസംഖ്യ, അതായത് ആളുകളിൽ നിന്നൊക്കെ ജനവാസ മേഖലകളിൽ നിന്നൊക്കെ കുറച്ച് നീങ്ങിയിട്ട് ഒരു വിജനമായിട്ടുള്ള പ്രദേശത്ത് വേസ്റ്റുകള് ലെയർ വൈസ് ലെയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്രഹ്മപുരം പ്ലാന്റ്? ബ്രഹ്മപുരം ആരെങ്കിലും പോയിട്ടുണ്ടോ? അതിന്റെ അടുത്തേ കൂടി എങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു സാനിറ്ററി ലാൻഡ്ഫിൽ നിന്ന് അടിച്ചു കൊടുത്ത് അതിനകത്ത് കാണാം. അതായത് വേസ്റ്റുകള് ഒരു വിജനമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു വേ ആണ്, അത് സുരക്ഷിതമായിട്ടുള്ള ഒരു വേ ആണ്. വേസ്റ്റുകള് പോപ്പുലേഷൻ, അതായത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പാളികളായിട്ട് ഡിസ്പോസൽ ചെയ്യുന്നു. ലെയർ ബൈ ലെയർ കേട്ടോ, പാളികളായിട്ട്. അതായത് നിരത്തി, നമ്മൾക്കറിയാം JCB ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, യൂട്യൂബിലൊക്കെ അടിച്ചത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പാളികളായിട്ട് ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ഈ ഒരു സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. അപ്പൊ ഏത് മെത്തേഡാണ് ഇതിനകത്ത് കൂടുതൽ സെക്യൂർ ആയിട്ടുള്ളത്? ഓപ്പൺ ഡംപിങ് ആണോ അല്ലെങ്കിൽ സാനിറ്ററി ലാൻഡ്ഫിൽ ആണോ? ഏതാണ് ഏതാണ് സെക്യൂർ ആയിട്ടുള്ളത്? ഏറ്റവും നല്ല മാർഗം ഏതാ? സാനിറ്ററി ലാൻഡ്ഫിൽ ആണ് കേട്ടോ. ഓക്കെ, ഈ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അന്തരീക്ഷത്തിനോ അല്ലെങ്കിൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും ഡാമേജ് ഉണ്ടാക്കുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ലാൻഡ് ഡിസ്പോസൽ ഓക്കെ ആണല്ലോ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ 2 പിക്ചർ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ.
സോറി കേട്ടോ, അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. നമ്മുടെ ഈ സിസ്റ്റത്തിൽ അത് ഓൺ ആകുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണിച്ചാൽ മതിയോ? നിങ്ങൾ പറഞ്ഞില്ലേ വേറൊരു ക്ലാസ് റൂമില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുന്നത്, അവിടെ പോണം, എന്നാൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സിസ്റ്റത്തിൽ ഇല്ല. ഓക്കെ, അപ്പോ കുറച്ച് ബോറടി ഉള്ള സബ്ജക്റ്റ് ആണ് എന്ന് കരുതി ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. അതായത് ഓരോ ടോപ്പിക്കുകളായിട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഭയങ്കര എന്താ പറയാ, സെന്റൻസുകളായിട്ടോ പാരാഗ്രാഫുകളായിട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. ഓരോരോ കാര്യങ്ങള് ചുരുക്കി പറയുന്നു മാത്രം കേട്ടോ. അതല്ലേ മാം, ഞങ്ങള് കഴിഞ്ഞ ക്ലാസ് മോർച്ചറിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളേ. മോർച്ചറി പിന്നെ പറയണ്ട. മോർച്ചറി എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡി മാത്രം മനസ്സിൽ വിചാരിക്കുക അല്ലേ? അങ്ങനെയാ ഒക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫോംസ് ആണല്ലോ. എല്ലാം ഒരു നെഗറ്റീവ്സ്. ഇപ്പൊ ആദ്യമായിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നോണ്ടായിരിക്കും നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പിന്നെ എന്തെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വേറെ കാര്യങ്ങളും നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് ബോറടി മാറ്റായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ സയന്റിഫിക് ആയിട്ട് സാധാരണ ഇത് പറയണം, അതാണ് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. ഇനി നമുക്ക് 1.5 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോ മോർച്ചറിയുടെ വിഷ്വൽസ് ആയിരിക്കും കൂടുതലായിട്ട് എല്ലാവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അല്ലേ? ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് വരാൻ കേൾക്കുന്നേ ഉള്ളൂ. പലതരത്തിലുള്ള മോർച്ചറികൾ പഠിക്കും, ഡെഡ് ബോഡി പഠിക്കും, ഒക്കെ പഠിക്കും അതിനകത്ത്. കൊറേ ഈ മോർച്ചറി പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സിനിമകൾ മനസ്സിൽ കൂടെ ഓടിപ്പോയി. മോർച്ചറിയുടെ കാര്യങ്ങളും ചില ഡിറ്റക്റ്റീവ് ആയിട്ടുള്ളതും. നെഗറ്റീവ് എനർജിയാ തരിക, അതാ കൂടുതല്. നമ്മൾ അത് തന്നെയല്ലേ വിചാരിക്കുന്നേ. അപ്പൊ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും നമ്മുടെ മനസ്സിൽ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ ഇതിൽക്ക് പെട്ടെന്ന് വീണ്ടും വന്ന് വീണത് വേസ്റ്റിൽക്കാണ് ക്ലാസ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു.